ഞാനിത് ഉണ്ണിക്ക് പൊടി ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവധാന്യങ്ങളുണ്ടല്ലോ, അതാണ്. നവധാന്യങ്ങളും പിന്നെ ഞാൻ പനങ്കൽക്കണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, നവധാന്യങ്ങളെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വൈദ്യശാലയിൽ നിന്നാണ് വാങ്ങി. നമുക്ക് ശരിക്കും ഇത് കടയിൽ നിന്ന്, പലചരക്ക് കടയിൽ നിന്ന് കിട്ടും. പക്ഷെ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ അത് അത്ര അങ്ങോട്ട് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നിയില്ല. അപ്പം ഇത് ഞങ്ങൾ പിന്നെ ചങ്ങമ്പള്ളി ആയുർവേദശാലയിൽ നിന്നാണ് വാങ്ങിക്കാറ്. കണ്ടോ, ഇത് ഇത്രയും ക്വാണ്ടിറ്റി ഇങ്ങനെ 2 ബോട്ടിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇത് പനങ്കൽക്കണ്ടാണ്. ഇതും ഞാൻ ആയുർവേദശാലയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഒരു തവണ ഞാൻ പലചരക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായില്ല. നവധാന്യമായാലും അതേപോലെ തന്നെ പനങ്കൽക്കണ്ടായാലും എനിക്കത് ഇഷ്ടമായില്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല വൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്കത് ഇഷ്ടമാവുമല്ലോ, കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ. പക്ഷേ ഇത് ഒരു ബോട്ടിലോളം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് കൽക്കണ്ട വാങ്ങിക്കേണ്ടി വരും. ഇതേ കണ്ടോ, ഇതാണ് പനങ്കൽക്കണ്ട കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ലത് ഇതാണ് അത്ര. നമ്മുടെ സാധാ കൽക്കണ്ടത്തിനെക്കാട്ടിലും നല്ലത് പനങ്കൽക്കണ്ടാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് പഞ്ചസാര കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിട്ട് ചായ ഉണ്ടാക്കി കേട്ടോ. നല്ലതായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ വരുമ്പോൾ മോളുടെ പേര് എഴുതിയതാട്ടോ. കുറേ പൊടി സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മാറണ്ടെന്ന് വിചാരിച്ചിട്ട് മോളുടെ പേര് എഴുതിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു 2 ടീസ്പൂണാണ് എപ്പോഴും എടുക്കാറ് കേട്ടോ. 2 ടീസ്പൂൺ എടുക്കും. കുറച്ച് കൂടുതൽ വെള്ളം ഞാൻ ആക്കാറുണ്ട്, കാരണം നന്നായിട്ട് വെന്തോട്ടെ എന്ന് കരുതിയിട്ട്. എന്നിട്ട് നമ്മൾ ശരിക്കും ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പനങ്കൽക്കണ്ട് പിന്നെ കുറച്ച് മധുരം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചിനെ എടുക്കാറുള്ളൂ, വല്ലാണ്ട് അങ്ങോട്ട് പിന്നെ മധുരം കൊടുക്കാറില്ല കേട്ടോ. ഇത് നന്നായിട്ട് ഇതേപോലെ അങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. അങ്ങനെ കുറുക്കിയിട്ട് വേണം നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ. പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അവൾക്ക് കുറുക്കൊന്നും വലിയ ഇഷ്ടമില്ലാണ്ടായി തുടങ്ങി. എല്ലാ ഭക്ഷണവും കൊടുക്കും. ഞാൻ ഓലനൊക്കെ ഉണ്ടാക്കും കേട്ടോ, അതൊക്കെ കൊടുക്കും. അതിലൊരു പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുക. പക്ഷേ അതൊക്കെ അവൾ കഴിക്കാറുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കൊടുക്കലുണ്ട്. ഞാൻ 2 ആൾക്ക്, ആദ്യത്തെ 2 പേർക്കും ഇതേപോലെ ചെറുതായിട്ട് എരിവൊക്കെ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അവർക്ക് വേറെ ഉണ്ടാക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാ അമ്മമാരും ശ്രദ്ധിക്കുക. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലേ, ഒരു കുട്ടിയുടെ കാര്യം ഇപ്പം നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ അമ്മേനെ പഴിച്ചു. പക്ഷെ അവരനുഭവിച്ചിട്ടുള്ള മാനസിക വിഷമം എത്രയാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു പക്ഷെ നമ്മളിൽ പലരും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കും. അപ്പം എന്താ പറയുക, നമ്മൾ നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കുക, അത്രയാണ് നമുക്ക് പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് മറച്ചു വയ്ക്കേണ്ട, എല്ലാവരുടെ അടുത്തും പറയാമെന്നൊക്കെ പറഞ്ഞു പോയത് നമ്മളാണ് അവിടെ നമുക്ക് നഷ്ടങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക, എല്ലാവരും കുട്ടികളെ നന്നായിട്ട് സൂക്ഷിക്കുക കേട്ടോ.